ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ ചൗചൗ വെജിറ്റബിളൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 2 ചൗചൗ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ഞാൻ ക്ലീൻ ചെയ്യുന്നൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം പേർക്കും അറിയില്ല ഈ ഒരു വെജിറ്റബിൾ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിൽ ഒരു കുരുവൊക്കെ ഉണ്ടാവും. ഒരൊറ്റ കുരുവായിട്ടാണ് ഉണ്ടാവും. അത് നമുക്ക് എടുത്ത് കളയണം. ഈ ചൗചൗ എന്ന് പറയുന്നത് നമ്മളെ സാധാരണ പടവലങ്ങ അങ്ങനെയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെറുപയർ പരിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു 20 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചെറുപയർ പരിപ്പിന് പകരം സാധാ പരിപ്പൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചൗചൗ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരല്പം കറിവേപ്പിലയും, പിന്നെ അതേപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായി പോകരുത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇത് നമുക്ക് ഒരു 2 വിസിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങാരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ കടുക്, വറ്റൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ചൂടുള്ള ആ ഒരു കറിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി എന്നിവയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്